എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള അധിക ആൾക്കാരും വിചാരിക്കുന്നത് അവർക്ക് ഉദ്ധാരണക്കുറവ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അത് ഹൈ ബി പിക്ക് കഴിക്കുന്ന മരുന്നുകൊണ്ടാണ് വരുന്നത്. ഈ പറയുന്ന ഉദ്ധാരണക്കുറവ് ഉയർന്ന ബി പി കൊണ്ടാണോ അതോ ബി പിക്ക് കഴിക്കുന്ന മരുന്നുകൊണ്ടാണോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിക്കാം. വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഇ ഡി എന്നാണ് ഡോക്ടർമാർ അതിനെ ഷോർട്ടാക്കി പറയാറ്. ഇത് പൊതുവെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1% കുറവ് പേർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് പീനിസിൽ ഇറക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഒന്ന് ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഇറക്ഷൻ്റെ സമയത്ത് പീനിസിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ വരികയും അങ്ങനെ കൂടുതൽ വരുന്ന ബ്ലഡ് അവിടെ പീനിസിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് ഇറക്ഷൻ ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ വാസോ ഡയലറ്റേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കണം. വാസോ ഡയലറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഒന്ന് ഡയലേറ്റ് ആവണം, ഒന്ന് റിലാക്സ്ഡ് ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബ്ലഡ് ഫ്ലോ കൂടുകയുള്ളൂ. ഇനി ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡ് വെസൽസ് രക്തക്കുഴലെല്ലാം ചുരുങ്ങിയിട്ടാണ് ഉണ്ടാവുക, അത് സ്റ്റിഫായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ കുറയാൻ സാധ്യതയുണ്ട്. പീനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്ന സമയത്ത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. ഇറക്ഷന് സഹായിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡിൻ്റെ കുറവ് കൊണ്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. നൈട്രിക് ഓക്സൈഡ് നടത്തുന്നത് പീനിസിലുള്ള സ്മൂത്ത് മസിൽസിനെ എല്ലാം ഡയലേറ്റ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ബ്ലഡ് കുറേ സമയം അവിടെ നിൽക്കാൻ സഹായിക്കും. അപ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ, ഞാൻ ഹൈ ബി പി എന്ന് പറഞ്ഞാൽ 160, 170 അതിൻ്റെ മുകളിലേക്കൊക്കെ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ, ഇത്തരം പേഷ്യൻസിന് സാധാരണ രീതിയിൽ ഒരു തരത്തിലുള്ള ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് മതിയാവില്ല. 2 or 3 തരത്തിലുള്ള ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് അവർ കഴിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിനാണ് കൂടുതലായിട്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കണ്ടുവരാറ്. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾഡ് ആണെങ്കിൽ നിങ്ങളുടെ ബി പി മുകളിൽ സിസ്റ്റോളിക് 140യും താഴത്തെ ഡയസ്റ്റോളിക് ബി പി 90 താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികം ഒരു ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻ മതിയാവും. ഇത്തരം പേഷ്യൻസിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ സാധാരണ കാണാറില്ല. ഇനി പറയാനുള്ളത്, ബ്ലഡ് പ്രഷർ കൂടുന്നതുകൊണ്ട് മാത്രമല്ല ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത്. ചില തരത്തിലുള്ള ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിനെ കൊണ്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. അതിലേറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ളത് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ബി പി കുറയ്ക്കുന്ന മരുന്നുകളാണ്. ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എറ്റിനലോൾ ഉണ്ട്, മെറ്റോപ്രോലോൾ ഉണ്ട്. പേരിൻ്റെ അവസാനം OLOL, ഒലോൾ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന അധിക മരുന്നും ബീറ്റ ബ്ലോക്കേഴ്സാണ്. ബീറ്റ ബ്ലോക്കേഴ്സിന് പുറമെ ഹൈഡ്രോക്ലോറോതയസൈഡ് എന്ന് പറയുന്ന ഡയോറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ പിൽ എന്നും പറയും. ശരീരത്തിലുള്ള വെള്ളത്തിനെ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഡയോറിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന മരുന്ന് ഇതെല്ലാം ഫസ്റ്റ് ലൈൻ മെഡിസിൻസ് ആയിട്ട് അധിക ഡോക്ടർമാരും ആദ്യമായി പ്രഷർ ഉള്ള പേഷ്യൻസിന് എഴുതി കൊടുക്കുന്ന മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള മരുന്ന് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ടും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന എല്ലാവർക്കും ബീറ്റ ബ്ലോക്കേഴ്സും ഹൈഡ്രോക്ലോറോതയസൈഡും ഒക്കെ കഴിക്കുന്ന എല്ലാവർക്കും ഇതേപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഉണ്ടാവാം. അതിൻ്റെ ശതമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 1% കുറവ് പേർക്ക് മാത്രം. നിങ്ങളുടെ ഡോക്ടറാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഏത് മരുന്നാണ് വേണ്ടത്, ഏത് കാറ്റഗറിയിലുള്ള മരുന്നാണ് കഴിക്കേണ്ടത്. അങ്ങനെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത് നിങ്ങളുടെ ഡോക്ടറാണ്. നിങ്ങളുടെ ഡോക്ടറിന് തോന്നുകയാണ് നിങ്ങൾക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് വേണം, ബീറ്റ ബ്ലോക്കർ ഗ്രൂപ്പിൽ പെടുന്ന മരുന്ന് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ചാൻസസ് കുറയ്ക്കാൻ നെബിവെലോൾ എന്ന് പറഞ്ഞ മരുന്ന് സാധാരണ എഴുതാറുണ്ട്. നെബിവെലോളും ഒരു തരത്തിലുള്ള ബീറ്റ ബ്ലോക്കർ തന്നെയാണ്. പക്ഷേ സാധാരണമായി മറ്റ് ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ടാക്കുന്നത് പോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ നെബിവെലോൾ ഉണ്ടാക്കാറില്ല. അത് കുറേ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, അവർ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് അത്യാവശ്യമായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ നെബിവെലോൾ ആയിരിക്കും അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. നെബിവെലോളിന് ഇങ്ങനത്തെ ഒരു കഴിവ് വരാൻ കാരണം, മറ്റ് ബീറ്റ ബ്ലോക്കേഴ്സിൽ പെടുന്ന മരുന്നുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നെബിവെലോളിന് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാറില്ല. ഇനി പ്രഷർ കുറയ്ക്കാൻ ഈ ബീറ്റ ബ്ലോക്കേഴ്സ് മാത്രമല്ല ഉള്ളത്. നമുക്ക് ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകളുണ്ട്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ഉണ്ട്, ആൽഫ ബ്ലോക്കേഴ്സ് ഉണ്ട്. ഈ കാറ്റഗറിയിൽ പറയുന്ന മരുന്നുകളൊന്നും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ല. ആംലോഡിപ്പിൻ ഒരു കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ്. സാധാരണ രീതിയിൽ ഫസ്റ്റ് ലൈനായിട്ട് ആദ്യമായി കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഇതിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അങ്ങനെ കണ്ടുവരാറില്ല. പേരിൻ്റെ അവസാനം സാർട്ടാൻ, ലൊസാർട്ടാൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതെല്ലാം ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ്. ഈ ഗ്രൂപ്പിൽ പറയുന്ന മരുന്നൊന്നും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാറുമില്ല.
പോരാത്തതിന് ബീറ്റ ബ്ലോക്കർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്ന് കഴിച്ചതിന് ശേഷം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന് ലൊസാർട്ടാനിലേക്ക് മാറ്റി കൊടുത്തപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്റെ ശതമാനം 75-ൽ നിന്നും താഴ്ന്ന് 12% കുറയുന്നത് കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സിൽ ഉൾപ്പെടുന്ന ഈ മരുന്ന് കഴിക്കുന്നവർക്ക് ലൈംഗിക ശേഷി, അവരുടെ സെക്ഷൽ ഫംഗ്ഷൻ വർദ്ധിപ്പിക്കുന്നതായിട്ടും ചില സ്റ്റഡീസിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വാൽസർട്ടാൻ എന്ന് പറഞ്ഞ മരുന്ന്. ഈ വാൽസർട്ടാൻ എന്ന് പറയുന്ന മരുന്ന് 12 ആഴ്ച സ്ഥിരമായിട്ട് കഴിച്ച കപ്പിൾസിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ എണ്ണം പോലും വർദ്ധിപ്പിച്ചതായിട്ട് സ്റ്റഡീസ് ഉണ്ട്. അതും അവർ കമ്പയർ ചെയ്ത് നോക്കിയത് ബീറ്റ ബ്ലോക്കേഴ്സിനെ വെച്ചിട്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, നിങ്ങൾക്ക് ഈ കഴിക്കുന്ന മരുന്നുകൊണ്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ സിംറ്റംസ് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക. അത് 140-90 നിങ്ങളുടെ ഡോക്ടർ സെറ്റ് ചെയ്ത ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പറയുക. അതിന് നിങ്ങൾക്ക് ഡോഫോഡി ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ പോലത്തെ ഒരു ആപ്പും ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ കാരണം ഹൈ ബ്ലഡ് പ്രഷർ അല്ല, ഈ കഴിക്കുന്ന ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻ കൊണ്ടാണെന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻ്റെ കാറ്റഗറി ഗ്രൂപ്പ് ഒന്ന് മാറ്റി വേറെ തരത്തിലുള്ള ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അങ്ങനെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡോക്ടറോട് ചോദിക്കാതെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒരു കാരണവശാലും നിർത്താതിരിക്കുക. ഇനി ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ടാണ് നിങ്ങൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് ഒരു യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. വയാഗ്ര എന്നൊക്കെ പറഞ്ഞ മരുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ബ്ലഡ് പ്രഷറും കൺട്രോളായി നിൽക്കണം. അൺകൺട്രോൾഡ് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് ഇത്തരത്തിലുള്ള മരുന്ന് കഴിച്ചാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഹാർട്ട് അറ്റാക്ക് പോലും ഉണ്ടാവാമെന്നാണ് പറയുന്നത്. നൈട്രേറ്റ്സ് വിഭാഗത്തിൽ പെടുന്ന ഹാർട്ടിൻ്റെ മെഡിസിൻസ് ഉണ്ട്. ഹാർട്ടിൻ്റെ അസുഖത്തിന് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള മെഡിസിനാണ്. ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്കും ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട് ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ഈ പറയുന്ന മരുന്ന് കഴിക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ ഹൈ ബ്ലഡ് പ്രഷറിന് ഏത് മരുന്നാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ആ മരുന്നിൻ്റെ പേര് ഗൂഗിളിൽ അതിൻ്റെ കെമിക്കൽ കമ്പോസിഷനും കൂടിയും ആഡ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആ കെമിക്കൽ നെയിം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സാധാരണമായി ഹൈ ബ്ലഡ് പ്രഷറിന് കൊടുക്കുന്ന മരുന്നിന് കണ്ടുവരുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഹൈ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye bye.